അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള് കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങൾ ആസ്പിക്കാൻ നടത്തിയ കർത്താവേ, നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ
പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതരെ, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിന്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയിലേക്കൊരു പ്രാർത്ഥന ആമുഖം കൈമാറുമ്പോൾ പലപ്പോഴും കർത്താവ് അവിടുത്തെ ദൈവികമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വൈദികരെ ഉപകരണമാക്കാറുണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച, ദൈവത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കരുതെന്നാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് അവഗണിച്ച് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. പല നമ്മുടെ നിലപാടുകളിലൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ മറ്റ് വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്താ കണ്ടത്? ജെറമ്യാ കണ്ടില്ലേ? 2:13 എന്തെന്നാൽ എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അതാണ്, അത് തിന്മയാണെന്നാ പറയണത്. ദൈവത്തെ അവഗണിക്കണത് തിന്മയാണെന്നാ പറയണത്. 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനെ ദൈവത്തെ അവഗണിക്കണത് തിന്മ എന്നാണ് ബൈബിള് അടയാളപ്പെടുത്തുന്നത്. ഇതൊരു ഘോരമായ തിന്മയായതുകൊണ്ടാണ് ഈശോ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവത്തെ അവഗണിക്കുന്നതിൽ നിന്ന് കൂടി നമ്മളെ രക്ഷിക്കണമെന്ന് അർത്ഥം അതിനുണ്ട്. മത്തായി 6:13 ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എൻ്റെ ജനം 2 തെറ്റുകൾ ചെയ്തു, 2 തിന്മകൾ ചെയ്തു. ഒന്ന്, ജീവന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. പകരം ജലം സൂക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വെളിപാടെന്താണ്? ജലം സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പൊന്നോ പണമോ ആരോഗ്യമോ അതിനേക്കാളെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് കൃപ എന്ന് പറയുന്ന ദൈവശക്തി സൂക്ഷിക്കണമെന്നാണ്.
നമ്മൾ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി സൂക്ഷിക്കുന്നതിനാണ് ഒന്നാമത്തെ നടപടിക്രമം. എന്താണ്? ദൈവത്തെ അവഗണിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് അവഗണിക്കുന്നത്? അപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ദൈവത്തെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ, ഇപ്പം ഞായറാഴ്ച നമ്മൾ രാവിലെ തന്നെ ട്യൂഷന് പോകത്തില്ലേ? എന്നിട്ട് പിന്നെ വൈകുന്നേരം കുർബാന കൂടാമെന്ന് പറയും. എന്നിട്ട് ചിലർ വന്ന് കുർബാന കൂടിയതും കൂടാത്തതും കണക്കാക്കി സന്ധ്യ കുർബാനയ്ക്ക് വൈകുന്നേരം കുർബാനയ്ക്ക് പുറത്ത് നിന്നിട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഫലത്തിൽ വരാൻ പോണത് അവഗണനയായിട്ടാണ് വന്നത്. ദൈവത്തെ അവഗണിക്കുന്നത് തുല്യമാണ്. കുർബാന നീ മുഴുവൻ കൂടിയ എന്നതിനേക്കാൾ ഉപരി ഒരു ബൈ ദ വെരി ആക്ട് കൊണ്ട് നീ ദൈവത്തെ അവഗണിച്ചു, അബാൻഡൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, അവിടുന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെ ഇത് നമ്മളിൽ നിന്നും അതുപോലെ പ്രതീക്ഷിക്കും. ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അനുസ്യൂതമായിട്ടുള്ളതാണത്. അപ്പം അനുസ്യൂനത എന്ന് വേണേൽ പറയാം. അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ നമ്മളിൽ നിന്നും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മളും ദൈവത്തെ അവഗണിക്കരുത്. ട്യൂഷനായാലും ജോലി ആയാലും വേറെ എന്തെങ്കിലും നടപടി ആയാലും ശരി. അപ്പോൾ ചില ആൾക്കാർ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ലല്ല. കുർബാനയുടെ കാര്യത്തിലായാലും കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. കുടുംബ പ്രാർത്ഥനകളിലൂടെയാണ് ആദ്യത്തെ അവഗണന വരാൻ പോണത്. പതുക്കെ അത് കുർബാനയിലേക്ക് കയറി പിടിക്കും. പിന്നെ കുർബാനയിൽ നിന്നും കുടുംബ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിന് പ്രവർത്തിക്കണ ദൈവാത്മാവിനെ അവഗണിക്കും. അങ്ങനെ പതുക്കെ അവഗണിച്ച് പോകും. പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ അവഗണിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്നെ അവഗണിക്കരുതെന്ന് തന്നെയാണ് ഓരോ വചനത്തിനും ദൈവത്തിൻ്റെ ഒരു ഉൾവചനം എന്ന് പറയണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ അവഗണിക്കുന്ന അനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ അവഗണന നമുക്ക് ദൈവം അവഗണിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അനുഭവവേദ്യമല്ലാതായി വരുന്ന ഒരു അവസ്ഥ വരും. എന്ന് വെച്ചാൽ ഫലത്തിൽ അവഗണിച്ച പോലെയാവും. ദൈവം അവഗണിക്കുന്നില്ല, ദൈവം പരിഗണിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് മനസ്സാവാത്ത, അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെ ഒരു അരാജകത്വം പിടിച്ച അവസ്ഥയിലാണെങ്കിൽ നിനക്ക് ഈ നോൻപ് കാലത്ത് തിരിച്ചു നടക്കാനും അനുദപിക്കാനും സമയമായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഒറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 34ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള ജോസഫ് എന്ന ഒരു മകൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ജോസഫ് കെ. ഞാൻ മാനന്തവാടി രൂപത ഉണ്ടങ്ങാടി ഇടവകമാണ്. ഈ അപ്പൻ സാക്ഷ്യത്തിൽ പറയുന്ന 3 സംരക്ഷണ സാക്ഷ്യങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് സാന്നിധ്യം നൽകി ഒരു കുടുംബത്തെ എങ്ങനെയാണ് സന്ധിക്കുന്നത്, ഏറെ പ്രത്യേകമായിട്ട് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ
എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യ അനുഭവമാണ് ഈ ഒരു സാക്ഷ്യം എന്നത്. ഈ ജോസഫ് എന്ന മകൻ 3 കാര്യങ്ങളാണ് അക്കമിട്ട് ഈ ഒരു സംരക്ഷണത്തിൻ്റെ സാക്ഷ്യങ്ങൾ കൃപാസന അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച എനിക്കുണ്ടായ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവത്തെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയെ പറ്റി എനിക്ക് നല്ല ജ്ഞാനമുണ്ട്. എൻ്റെ വീട്ടിൽ ദുഃഖവെള്ളിയാഴ്ച എല്ലാ പോയിൻറ്റുകളിലും വാട്ടർ സപ്ലൈയിൽ വരെ കറണ്ട് വരാൻ തുടങ്ങി, ഷോക്ക് അടിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഇലക്ട്രീഷ്യൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ തന്നെ ശരിയാക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ എർത്ത് റോഡ് പൊട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എർത്ത് കറണ്ട്, മൈന്യൂട്ട് കറണ്ട് പോലും എർത്തിലൂടെ പോകാത്തതുകൊണ്ടാണ്, ലീക്കാകാത്തതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ തന്നെ ഒരു എർത്തിന് ഒരു ചെറിയ കുഴിയെടുത്ത് എർത്ത് റോഡ് അടിച്ചപ്പോൾ അതിൽ ഇറങ്ങി പോകാത്തതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഞാൻ എർത്ത് റോഡ് കയ്യിലെടുത്തു. ഞാൻ എർത്ത് വയറും മറ്റൊരു കയ്യിൽ പിടിച്ചു. എനിക്ക് ഇലക്ട്രിസിറ്റി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ഷോക്ക് അടിക്കില്ല തന്നെ വിചാരിച്ച വിശ്വാസത്തിലായിരുന്നു. പക്ഷെ അറിയാതെ തന്നെ ഞാൻ ഈ എർത്ത് റോഡ് വെള്ളത്തിലേക്ക് മുക്കി. പെട്ടെന്ന് ഷോക്ക് അടിക്കുകയാണ്. ഷോക്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഷോക്കാണ്. കൈ ഇങ്ങനെ മരവിച്ചു പോയി, അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അതായത് മരണത്തെ മുഖാഭിമുഖം കാണുന്ന ഒരവസ്ഥ. ഈ സമയത്ത് ഒരു സ്ത്രീ ശബ്ദം ഈ ജോസഫ് എന്ന സഹോദരൻ വ്യക്തമായിട്ട് കേൾക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു, ജോസഫ് പിന്തിരിഞ്ഞോടൂ. അപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ്, തീർച്ചയായിട്ടും മാതാവാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാം. ആ സ്ത്രീ ശബ്ദം കേട്ട മാത്രയിൽ ജോസഫ് എന്ന സഹോദരൻ പറയുന്നുണ്ട്, ഞാൻ പിന്തിരിഞ്ഞോടി, ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഇതാണ് ഒന്നാമത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യപ്രകാരമാണ്, ഞാൻ സ്കൂട്ടർ സൈഡ് സ്റ്റാൻഡ് നിർത്തിയായിരുന്നു. പെട്ടെന്ന് സ്റ്റാൻഡ് ശരിക്കും നിന്നില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ കൈവിട്ടുപോയി. സ്കൂട്ടർ മറിഞ്ഞ് എൻ്റെ കാലിലേക്ക് വീണു. സ്കൂട്ടറിൻ്റെ സ്റ്റാൻഡ് എൻ്റെ കാലിലെ പെരുവിരലിൽ ശക്തമായിട്ട് ഇടിച്ചു. കാലിൻ്റെ പെരുവിരൽ നന്നായിട്ട് ചതഞ്ഞു, നീല നിറത്തിലായി. അപ്പം നല്ല ശക്തമായ വേദന ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് പുരട്ടി, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. പക്ഷേ അതിന് വേദന നിൽക്കുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും വലത് കാലിൻ്റെ പെരുവിരലിൻ്റെ വലിപ്പം ഒരു തക്കാളിയുടെ വലിപ്പമായി, നല്ല നീല നിറത്തിലായി. ഞാൻ കിടക്കുകയായിരുന്നു. വേദനിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് പ്രാർത്ഥനയോട് കിടക്കുമ്പോൾ അപ്പോൾ ഈ സമയവും ഒരു സ്വരം കേൾക്കുകയാണ്. പെട്ടെന്ന് പിന്നെയും എന്നോട് ശബ്ദം പറയും, നീ ഒരു തലേനെ എടുത്ത് വെച്ച് കാല് പൊന്തിച്ച് വെക്കൂ. 2-3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കാലിലെ ദുഷിച്ച രക്തം ഹൃദയത്തിലേക്ക് ഒഴുകി പോട്ടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തലേനെ എടുത്ത് വെച്ചു, കാലിൻ്റെ അടിയിൽ വെച്ച് കാല് പൊന്തിച്ച് വെച്ച് കിടന്നു. പരിശുദ്ധ അമ്മ തൻ്റെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റ് നടത്തേണ്ടത്, അതും അല്ലെങ്കിൽ ജീവിതത്തെ ഒരു സാക്ഷ്യമായി ഉയർത്താൻ പരിശുദ്ധ അമ്മ തൻ്റെ ദൈവ പൈതങ്ങളോട് എങ്ങനെയാണ് ഒരു കരുണാപൂർവ്വം മക്കളെ കടാക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണത്. നിങ്ങൾ കേൾക്കണം. ഈ സാക്ഷ്യത്തിൻ്റെ ലിങ്ക് ഈ ശുശ്രൂഷയുടെ താഴെ ഞങ്ങൾ ഇടുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. മൂന്നാമതായിട്ട് ഈ സഹോദരൻ പറയുന്നത് ഈ ഒരു സാക്ഷ്യാനുഭവമാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടി സ്കൂട്ടറിൽ യാത്ര ചെയ്യുമായിരുന്നു. ഭാര്യയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്, ഞാൻ ബാക്കിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ തെന്നിപ്പോയി, മറിഞ്ഞ് സ്കിഡ് ചെയ്ത് ദൂരത്തേക്ക് തെറിച്ചു പോയി. ഭാര്യ തെറിച്ച് അടുത്തുള്ള ചാലിലേക്ക് വീണു. പിന്നാലെ ഞാനും അതുപോലെ തന്നെ തെറിച്ചു വീണു. ആ സമയത്ത് വീണ്ടും ഈ സഹോദരൻ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് ഒരു ചെറിയൊരു കുഴിയിലോട്ട് എങ്ങനെയാണോ ഇങ്ങനെ ഒരു സേഫായിട്ടൊരു കുഞ്ഞിനെ എടുത്തു വെക്കുന്നത്, അതേപോലെയാണ് ഈ ഇത്രയും മാത്രം ഉയരത്തിൽ നിന്ന് ഈ ചതുപ്പ് നിലത്തിലോട്ട് പതിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവപ്പെട്ടത്. ഒന്നും തന്നെ ഞങ്ങൾക്ക് സംഭവിച്ചില്ല. ഒരു 3 സംരക്ഷണ സാക്ഷ്യങ്ങളാണ് അടുപ്പിച്ചടുപ്പിച്ച് ഈ ജോസഫ് എന്ന സഹോദരൻ പറയുന്നത്. എല്ലാം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നപ്പോൾ സഞ്ചാരി മാതാവ് മരിയൻ ഉടമ്പടി എടുത്തെന്നുള്ള ഒറ്റ യോഗ്യതയാൽ സഞ്ചരിച്ചെത്തി ഈ കുടുംബത്തെ തന്നെ സംരക്ഷിച്ച വലിയൊരു സാക്ഷ്യാനുഭവമാണത് ജോസഫ് എന്ന സഹോദരൻ പങ്കുവച്ചത്, നമ്മൾ കേട്ടത്. ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു. അതിൽ ഒന്നാമത്തെ വചനം ജ്ഞാനം 16:10 തിരുവചനമാണ്. അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലിനും കഴിഞ്ഞില്ല,
അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. അതെ, ഉടമ്പടിയെടുത്ത മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലുകൾക്ക് കഴിയുകയില്ല. പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിയുടെ വലിയ സംരക്ഷണം ആ മക്കൾക്ക്. ഉടമ്പടി ഒരാളാണ് കുടുംബത്തിലെടുക്കണമെങ്കിൽ, വിശ്വസ്താപൂർവ്വം വ്യക്തി മാത്രമാണ് എടുക്കുന്നതെങ്കിലും ആ വ്യക്തിയെ പ്രതി ആ കുടുംബത്തിന് മുഴുവനുമായിരിക്കും ആ സംരക്ഷണം ലഭിക്കുന്നത്. ആ വ്യക്തി പക്ഷെ വൃത്തിയായി ഉടമ്പടി പാലിക്കണം എന്നു മാത്രം. വീണ്ടും എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം വെളിപാട് 12:14. നിങ്ങൾക്ക് എല്ലാവർക്കും മരിയൻ ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്ക് സുപരിചിതമായ ഒരു വചനമാണ്. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി വൻ കഴുകൻ്റേതുപോലുള്ള ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു. മരിയൻ ഉടമ്പടിയുടെ വലിയൊരു സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ടൈം ഷോർട്ടനിങ്, സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കത്തിൽ നമ്മളെ സാക്ഷ്യപീഠത്തിലോട്ട് ഉയർത്തുന്നത് ഈ ചിറകുകൾ നൽകപ്പെടുന്നതിലാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഉടമ്പടി ക്ലാസ്സിൽ. അപ്പം ഇങ്ങനെ നമ്മളൊക്കെ ഞാനാണെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിൽ പല സ്ഥലങ്ങളിൽ ഒരു പൊസിഷനിലൊക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവമാതാവിൻ്റെ വലിയ കാരുണ്യമാണ്. ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടിയുടെ നേർസാക്ഷികളായി ജീവിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉന്നതികളിൽ ഇപ്പോൾ നിലവിൽ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ എളിമയോടും കരുണയോടും കൂടിയിട്ട് ദൈവമാതാവ് തന്ന ആ വലിയ കരുണയ്ക്ക്, മാതാവിൻ്റെ മധ്യസ്ഥം വഴി നിങ്ങളുടെ ജീവിതത്തിലോട്ട് ദൈവം ചെയ്യുന്ന വലിയ കരുണകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു എളിമയുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അതാണ് ജ്ഞാനം 16:10. അതായത് നമ്മൾ വചനത്തിലൂടെ കേട്ടതുപോലെ വിഷസർപ്പത്തിൻ്റെ പല്ലുകളെ നമ്മളെ കൊല്ലാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ കാരുണ്യം രക്ഷയ്ക്കെത്തിയാണ് നമ്മളെ അനുദിനം ഉടമ്പടി വഴിയായിട്ട് സംരക്ഷിക്കുന്നത്. ആ ഒരു ബോധ്യം മരിയൻ ഉടമ്പടിയിലിരിക്കുന്നവർക്ക് ഉണ്ടാകണം. വീണ്ടും സീനായ് ഉടമ്പടി ദൈവം ഇസ്രായേൽ ജനവുമായിട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പുറപ്പാട് 19:4-5 തിരുവചനങ്ങളിൽ, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ സാക്ഷ്യ ദൈവാനുഭവങ്ങളൊക്കെ ഈ അൾത്താരയിൽ പറഞ്ഞ് പോയിട്ടുള്ള മക്കള്, ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തായിരിക്കാം, അതുമല്ലെങ്കിൽ നാട്ടിലായിരിക്കാം, അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം ഇതാണ്: തുടർന്നും ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണം. അതാണ് എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിന്ന് എൻ്റെ വാക്കനുസരിച്ച് തന്നെ ജീവിതം നിങ്ങൾ ക്രമപ്പെടുത്തിയാൽ നിങ്ങൾ എന്നും എൻ്റെ സ്വന്തം ജനമായിരിക്കും. അതാണ് പുറപ്പാട് 19:4-5 തിരുവചനം. അത് ദൈവജനത്തിനുണ്ടായിരിക്കേണ്ട ഒരു നടപടിയാണ്. ഈ കഴുകൻ്റെ ചിറകളിലൊക്കെ സംവഹിച്ചാണ് ദൈവപിതാവ് നമ്മളെ ഓരോരോ സാക്ഷ്യ പീഠത്തിലേക്ക് ഉയർത്തുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി. അപ്പോൾ മരിയൻ ഉടമ്പടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ഈ മരിയൻ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണം. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി പുതുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ദൈവ തിരുസന്നിധിയിൽ ഉൽപ്പത്തി 17:1 തിരുവചനം അനുസരിച്ച് വിശുദ്ധിയോടുകൂടി വ്യാപരിച്ച് അവിടത്തെ മുമ്പാകെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ഈ ഉടമ്പടിയിൽ നിലനിൽക്കുക എന്നതിനെ പറ്റി അർത്ഥമാക്കിയത്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട 2 സംഭവങ്ങളും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പലപ്പോഴായിട്ട് ഈ അൾത്താരയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലൊരു കാര്യം പറയാത്തതാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, 2020 ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് 8 വർഷം പൂർത്തിയാക്കിയ ഒരു സമയമായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഒരുപാട് ടെസ്റ്റ് ടൈമായിരുന്നു. ദൈവപിതാവ് തന്നെ അനുവദിച്ച കുറേ പരീക്ഷണ ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതായത് എൻ്റെ ദൈവവിളിയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് വ്യക്തിത്വങ്ങൾ ശ്രമിച്ചൊരു സമയമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റിൻ്റെ സമയമാണെന്നൊക്കെ ദൈവപിതാവ് എനിക്ക് നേരത്തെ മുൻകൂട്ടി അറിയിപ്പ് തന്നിരുന്നതുകൊണ്ട് ഞാൻ ഈ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോയില്ല. അത് ഞാൻ അകപ്പെട്ടു പോയില്ല എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കാൻ കാരണം പരിശുദ്ധ ദൈവമാതാവ് എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചതുകൊണ്ടാണ് ഈ ടെസ്റ്റുകളിൽ ഞാൻ പരാജയപ്പെടാതിരുന്നത്. ബഹുമാനപ്പെട്ട VP ജോസഫച്ചനാണ് ഈ ഒരു സമയത്ത്
എനിക്ക് ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി തന്നത് പരിശുദ്ധ ദൈവമാതാവാണ് ജോമോളെ സംരക്ഷിച്ചത് ഈ സമയമെന്ന്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു വചനം എനിക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അത് ജെറമിയ 48:9 തിരുവചനമാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സാക്ഷ്യവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ദൈവാനുഭവം പറയുന്നത്. ജെറമിയ 48:9 തിരുവചനം ഇതാണ്: മൊവാബിന് ചിറകുകൾ നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അതായത് ഞാൻ സർപ്പത്തിന്റെ വായിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ദൈവവിളിയിൽ തന്നെ പിന്തിരിപ്പിക്കാനുള്ള ശക്തികൾ പിടിമുറുക്കിയ നാരകീയ ശക്തികൾ പിടിമുറുക്കിയ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ദൈവപിതാവ് കൊടുത്തൊരു പ്രത്യേക വചനം ഇതാണ്: മൊവാബിന് ചിറകുകൾ കൊടുക്കുവിൻ, അവൾ പറന്നു പോകട്ടെ എന്ന്. കാരണം ഈ സമയത്ത് ചിറകുകൾ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സർപ്പത്തിന്റെ വായിൽ ഞാൻ അകപ്പെട്ടു പോകുമായിരുന്നു. ആ സമയത്ത് ഈ വചനത്തിലൂടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോട് ദൈവം സംസാരിക്കുകയായിരുന്നു, അവൾക്ക് ചിറകുകൾ കൊടുക്കാൻ. അതെ, മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും ഈ ഒരു ചിറകുകൾ തന്നെയാണ്. നിങ്ങളോട് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, മരിയൻ ഉടമ്പടി എന്നുള്ളത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ അപ്പുറത്ത് ഒരു ചെയ്യുന്ന പദ്ധതിയാണ്. അതായത് മരിയൻ ഉടമ്പടിയുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ചിറകുകൾ നൽകപ്പെട്ട് നമ്മളെ കാത്തിരിക്കുന്ന അനേകം സർപ്പങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി തക്ക സമയത്ത് സാക്ഷ്യപീഠത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി. എൻ്റെ ജീവിതത്തിൽ അന്ന് ഇതേപോലെ 2020 കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു സർപ്പത്തിന്റെ വായിൽ ഞാൻ അകപ്പെടാൻ പോകുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ഒരു വചനം ദൈവപിതാവ് കൊടുക്കുന്നത്. ഈ സമയത്ത് ചിറകുകൾ നൽകപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സർപ്പം വിഴുങ്ങുമായിരുന്നു എന്നുള്ളൊരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട അച്ഛന് കൊടുത്തത്. വീണ്ടും അച്ഛനിലൂടെ ദൈവപിതാവ് സംസാരിച്ചത് ഇപ്രകാരമാണ്. ഇത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജോമോൾ ബ്ലാക്ക് ഗുഡ് ന്യൂസ്. അതായത് ജോമോൾ ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്, പക്ഷേ ഒരു നല്ലൊരു വാർത്ത ഈ മകളെ കാത്തിരിക്കുന്നുണ്ട്. അത് എൻ്റെ സന്യാസ സമൂഹം നിലവിൽ വരും എന്നുള്ളൊരു മെസ്സേജായിരുന്നു. അന്നത്തെ മെസ്സേജാണ് 2020. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ആദ്യപടിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് എൻ്റെ ഈ സമർപ്പണ കൂദാശയിലൂടെ. അടുത്തതായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്ന മറ്റൊരു ജീവിതാനുഭവം ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നതാണ്. അത് ഏപ്രിൽ മാസം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. ഞാൻ സാധാരണ പ്രവർത്തനം ചെയ്യുന്നത് 2 ഇടങ്ങളിലാണ്. ഒന്നാമതായിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ, രണ്ടാമതായിട്ട് വൈറ്റില മൊബിലിറ്റി ഹബ്ബിലും. ഇവിടെ 2 സ്ഥലത്താണ് ഞാൻ കൃപാസനം പത്രം കൊടുക്കുന്നത്. ഒരു ദിവസം ഞാൻ ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിലൊരു അത്യാഹിതം നടന്നു. ഒരിക്കലും എൻ്റെ അമ്മ ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. ദൈവപിതാവ് ആ സമയത്ത് പൊതിഞ്ഞു പിടിച്ചില്ലായിരുന്നു. ഇതൊരു സർപ്പത്തിൻ്റെ വായിൽ നിന്ന് എൻ്റെ അമ്മ രക്ഷപ്പെട്ടൊരു സാക്ഷ്യമാണ്. അതെൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ യോഗ്യതയാലാണ് എന്നുള്ളതിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടി. കാരണം ഞാൻ എപ്പോഴാണ് ഈ കൃപാസനം പത്രം റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തുകൊണ്ടിരുന്നത്, ആ സമയം എൻ്റെ വീട്ടിൽ 2 കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് എൻ്റെ ചേച്ചി, രണ്ടാമത്തെ ചേച്ചി, ഈ വളരെ ഉയർന്ന തെങ്ങാണ്, അതിൽ കുറേ ഉണക്ക തേങ്ങകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഓടിക്കളിക്കുമ്പോൾ ഇവരുടെ തലയിൽ വീണാലോ എന്ന് കരുതി വലിയൊരു തോട്ടി ഉണ്ടാക്കി ഇതിങ്ങനെ തോണ്ടിയിടുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തേങ്ങ വന്ന് തെറിച്ച് മുകളിൽ നിന്ന് ശക്തമായി ആ താഴെ നിന്ന എൻ്റെ അമ്മയുടെ തലയിൽ പതിച്ചു. അപ്പോൾ ഈ പ്രായം ചെന്നവരൊക്കെ പറയുന്നത് വേലി ഇറക്ക സമയമെന്നോ. ഞാൻ ഈ പുതുതലമുറയിൽപ്പെട്ട ആയതുകൊണ്ട് എനിക്ക് ഈ വാക്കുകളൊന്നും അറിയത്തില്ല. ആ സമയം ആയതുകൊണ്ട് ഒരുപാട് ബ്ലീഡിങ് ആയിരുന്നു. ഉടനെ തന്നെ ഒരു ഓട്ടോ എടുത്തു. രക്തത്തിൽ കുളിച്ചു കിടന്ന എൻ്റെ അമ്മേനെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോക്കാരൻ ഓട്ടോ പൈസ പോലും വാങ്ങിച്ചില്ല. തൊട്ടടുത്ത് കാർമൽ ഹോസ്പിറ്റലിൽ ഉടനെ എത്തിച്ചു. അത്ര ഭീകരമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ വിവരം അറിഞ്ഞ് ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന അമ്മേനെയാണ് കാണുന്നത്. പക്ഷേ ദൈവമാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഉണ്ടായി എന്ന് പറയാൻ കാരണം വെച്ചാൽ അമ്മയുടെ കോൺഷ്യസ്നെസ്സിന്, അതായത് ബോധാവസ്ഥയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സ്റ്റിച്ചിട്ടു, ഉടനെ തന്നെ ഇത് ബ്ലീഡിങ് സ്റ്റോപ്പായി. എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഈ കോൺഷ്യസ്നെസ്സിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. GCS സ്കെയിലിൽ നിന്നൊന്നും ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു സ്കാൻ പോലും ചെയ്യണ്ട, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ ഞാനപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ദൈവമാതാവ് എന്നെ കണക്ട് ചെയ്ത് തന്നു. ജോമോളുടെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആ ഒരു യോഗ്യതയിലാണ് ഈ ഒരു സർപ്പം വാ പൊളിച്ച് നിന്നപ്പോൾ എൻ്റെ അമ്മയെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ദൈവപിതാവ് സംരക്ഷിച്ചത്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ ഈ മരിയൻ ഉടമ്പടിയുടെ
കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മുഴുവനുമാണ് ഈ സംരക്ഷണം കിട്ടുന്നത്. അവിടെ വലിയ വലിയ അപകടങ്ങൾ നമ്മളെ പതിയിരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്ഞാനം 16:10 തിരുവചനം, അത് നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു വചനമാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് വന്ന ഒരമ്മ എനിക്ക് കൈമാറിപ്പോയ ഒരു സന്ദേശമാണ്. ജ്ഞാനം 16:10 തിരുവചനം ഇതാണ്: അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിനും കഴിഞ്ഞില്ല, അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. അതിന് കൃപാസനം പറഞ്ഞു തരുന്നൊരു പോംവഴിയാണ്. ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ അതിവേഗം അനുഭവേദ്യമാകുവാൻ മരിയൻ ഉടമ്പടിയുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റവും വിശ്വസ്തപൂർവ്വം പാലിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മയുടെ മധ്യസ്ഥയിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി ഏറെ പ്രത്യേകമായിട്ട് ഉടമ്പടിയിലെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റവും വിശ്വസ്തതാപൂർവം ചെയ്യുവാൻ പ്രത്യേകമായിട്ട് ഈ ലിവിങ് ഒറക്കിൾസ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് അതിനുള്ള അധിക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മരിയൻ ഉടമ്പടി നിബന്ധനകളിൽ പാലിക്കുന്നതിൽ വന്ന പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈശോയെ എത്രയും വേഗം സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് ചിറകുകൾ നൽകപ്പെട്ട് നിന്റെ സാക്ഷ്യപീഠത്തിൽ ഉയർത്തപ്പെടുവാൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് അധിക കൃപ ഈ ശുശ്രൂഷയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യമായി ഈശോപ്പച്ചനും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് വിനിത. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നും. ഇതെൻ്റെ മകൾ ഹെന്ന, ഇതെൻ്റെ ഭർത്താവ് പോളി. ഞാൻ ആദ്യമായി ഒരു 4 വർഷം മുമ്പാണ് ഇവിടെ വന്നത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസമില്ലാതിന് ഞാനിവിടെ ആദ്യം വന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന് തിരിച്ചു പോയി. വീണ്ടും ഞാൻ 2023 ഇവിടെ വന്നു. അന്ന് എൻ്റെ മകൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് അവൾക്ക് നിർബന്ധമായിട്ട് ഉടമ്പടി എടുക്കണമെന്നുള്ളത് വാശി പിടിച്ചിട്ടാണ് ഇവിടെ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വാശിക്ക് പോരുന്ന വഴിക്ക് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് അത്രത്തോളം പേടി ഉണ്ടായിരുന്നു. പിന്നെ എന്താവും എന്നറിയില്ല ഉടമ്പടി എടുത്താൽ. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എത്രയേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഒരു വിളി വന്നു. എൻ്റെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അങ്ങനെ അപ്പച്ചൻ്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു, നിങ്ങൾ തിരിച്ചു പോരെയെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു, ടോക്കൺ എടുത്തു. ഉടമ്പടി എടുക്കാനായിട്ട് മോളിൽ കയറി കഴിഞ്ഞിട്ടും ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. തിരിച്ചിറങ്ങിപ്പോന്നു, പത്രം തിരിച്ചു കൊടുത്ത് വീട്ടിൽ പോയി. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനിവിടെ വരുന്നത് 2025 മെയ് 22-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. അതും മോളുടെ എക്സാം പാസ്സായി, അവൾക്ക് പോകാൻ സാധിക്കണില്ല ജർമ്മനിയിലേക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ആരും പറയുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ മാതാവാണെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഇത് ഉടമ്പടി എടുത്താലേ ശരിയാവുള്ളൂ, നീ കൃപാസനത്തിൽ പോകുന്നു. അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല. 2 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നു. മെയ് 22-ാം തീയതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്ത് 6 നിയോഗം വെച്ചു. അതിൽ മോളുടെ ജർമ്മനി പോകുന്ന കാര്യം ഒഴികെ ബാക്കിയെല്ലാം ദൈവം അനുഗ്രഹിച്ച് സാധിച്ചു കിട്ടി. പിന്നീട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു ഏജൻസിയിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ ഒരു 2 ലക്ഷം രൂപ മേലെ കൊടുത്തു. ഒന്നും ശരിയായില്ല അവളുടെ പോക്കിൻ്റെ കാര്യങ്ങൾ. ഇൻ്റർവ്യൂ തരാമെന്ന് പറയും, തരില്ല. 15 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, ഇല്ല. പൈസ ചോദിച്ചു, പിന്നെ തരാം എന്നുള്ള മറുപടി മാത്രമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി, അങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി ഓഗസ്റ്റ് 22-ാം തീയതി തീരും. ഓഗസ്റ്റ് 21-ാം തീയതി ആ സാറ് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പോരെ, നിങ്ങളുടെ പൈസ റെഡി ആയിട്ടുണ്ട്, പൈസ തരാമെന്ന്. അങ്ങനെ പൈസ കിട്ടി. പിന്നീട് എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 22 വർഷത്തോളമായി എൻ്റെ തണ്ടലിൻ്റെ അവിടെ ഒരു നട്ടെല്ലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മുഴയല്ല കുരുവാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അങ്ങനെ ഒരു സംഭവം വരും. എന്നും അത് ആശുപത്രിയിൽ പോവും, കീറും, സ്റ്റിച്ചിടും. ഒരു 6 തവണയോളം അവിടെ അങ്ങനെ കീറി സ്റ്റിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത്
ഈ കുരു വന്നു കഴിയുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഇതിങ്ങനെ കീറി സ്റ്റിച്ചിട്ടിട്ട് കാര്യമില്ല, ഇത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മൊത്തം വേരോടുകൂടി ഇതിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഉള്ളിലുണ്ട്, അതൊക്കെ എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. ദൈവമേ എന്ത് ചെയ്യും, ഇനി 2-3 മാസം റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പറയണത്, എന്ത് ചെയ്യുന്നുള്ള ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഞാൻ കൃപാസനത്തിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ അസുഖമുള്ളൊരു കുട്ടി മാതാവിൻ്റെ ഉപ്പ് കലക്കി വെള്ളം കുടിച്ചു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആ കുട്ടിയുടെ ഇതുപോലെ ഉണ്ടായ സംഭവം പൊട്ടി പുറത്തേക്ക് പോന്നു, ഓപ്പറേഷൻ വേണ്ടി വന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വായിച്ചതിൽ നിന്ന്. അപ്പം ഞാൻ അതുപോലെ ചെയ്തു, പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ കുരു പൊട്ടി എന്നുള്ളതാണ്. കുരു പൊട്ടിയിട്ട് ബ്ലഡാണ് കൂടുതലും വന്നത്, കുറേ ബ്ലഡ് പോയി, ഒത്തിരി പഴുപ്പും ബ്ലഡൊക്കെ പോയി. ഒരു 3 ദിവസത്തോളം അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് മുറിവിൻ്റെ മരുന്നൊക്കെ പുരട്ടി അത് പൂർത്തീകരിച്ച് ഉണങ്ങി. ഇപ്പോൾ എനിക്ക് അവിടെ യാതൊരുവിധ പാട് പോലും ഇല്ല എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് എൻ്റെ മകൾക്കാണ്. ബാക്കിത്തെ മകൾ പറഞ്ഞോളൂ. എൻ്റെ പേര് ഹെന്ന, ഞാൻ കുഴൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി കേൾക്കുന്നത്. അതും എൻ്റെ റൂംമേറ്റ് വഴിയായിട്ടാണ്. ആൾ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാണ് ഞാൻ അമ്മേനെ കൊണ്ട് വന്നത്. അന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വന്നു, ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ജർമ്മനി പോകുന്ന ഒരു കാര്യവും ശരിയാവുന്നില്ല. ഏകദേശം 5-4 ഏജൻസിയോളം ഞങ്ങൾ കൊടുത്തു. പൈസ പോവാന്നല്ലാണ്ട് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെയിൽ കൊടുത്തു. അന്നാണ് ഞങ്ങളുടെ ഒക്ടോബർ മാസമാണ് ഞാൻ കൊടുത്തത്. ഒക്ടോബർ മാസം ജപമാല മാസം ഞങ്ങളുടെ പള്ളിയിൽ 21-ാം തീയതി കൊന്ത തുടങ്ങിയായിരുന്നു. അന്ന് ഞാൻ കൃപാസന മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ഒക്ടോബർ 31-ാം തീയതിക്കുള്ളിൽ എനിക്ക് VFSൻ്റെ ഡേറ്റ് കിട്ടണം. വിസയ്ക്ക് വെക്കാൻ എനിക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒക്ടോബർ 24-ാം തീയതി അമ്മ മാതാവ് സഹായിച്ച് എനിക്ക് VFSന് ഡേറ്റ് കിട്ടി. നവംബർ 12-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്ക് ഇന്നലെയാണ് വിസ വന്നത്. ഞാൻ മാതാവിനെയാണ് ആദ്യം വിസ കാണിച്ചത്. ഞാൻ വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടേ ഞാൻ വേറെ ആരുടെ അടുത്തും പറയുള്ളൂ എന്ന്. ഇന്നലെ വന്നു, ഇന്നിപ്പോൾ ഇവിടെ വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ വിസയ്ക്ക് വെച്ചപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ തൈലം പുരട്ടി ഉപ്പ് വെതറി, എന്നിട്ടാണ് ഞാൻ വിസയ്ക്ക് വെച്ചത്. അതുപോലെ തന്നെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് വിസ വന്നത്. ഞാൻ ഈ ജാനുവരി 1-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. അമ്മ മാതാവും ഈശോപ്പച്ചൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കുറേ കൊടുത്തിട്ടാണ് ശരിയാവാണ്ടിരുന്നത്. അവസാനം മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് മാതാവ് തന്നത്. ഇനി ഞാൻ എൻ്റെ അപ്പച്ചനെ കൊടുക്കാം. എൻ്റെ പേര് പോളി. എനിക്ക് തണ്ടവേദനയായിരുന്നു. ഒരു 15 വർഷം മുന്നേ തണ്ടവേദന തുടങ്ങിയതാണ്. അപ്പം അന്നാണ് ഇവിടെ ഇവർ ഈ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ്, ഇവരെ ഞാൻ കാറിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ഇവിടേക്ക് വിളിക്കരുത്, എനിക്ക് പറ്റണില്ല, വണ്ടിയിൽ പോകുമ്പോൾ തണ്ടൽ വേന എടുക്കും. അങ്ങനെ പോയി. പിന്നെ ദിവസം പള്ളിയിൽ പോവും, കുർബാന സ്വീകരിക്കും. അപ്പോൾ ജപമാലയുടെ അഖണ്ഡ ജപമാലയുടെ കേസിന് ഞങ്ങളുടെ അടുത്തോട് ചേട്ടൻ പറഞ്ഞു, വണ്ടി പോകുന്നുണ്ട്, പോളി നീ പോരുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ അടുത്തോട് ഞാനില്ല, കാരണം എനിക്ക് തണ്ടലവേനയാണ്, എനിക്ക് പറ്റില്ല, ഞാൻ അയലക്കത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ ദിവസം പള്ളിയിൽ പോവും, കുർബാന കാണും, പണിക്ക് പോവും. അപ്പോൾ തണ്ടലവേന വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തണ്ടലവേന, കുഴമ്പിടും, എങ്ങനെയൊക്കെയായിരുന്നു പരിപാടി. അപ്പോൾ എന്തോ മാതാവ് എന്നെ വിളിക്കണ മാതിരി എനിക്ക് തോന്നി. ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ ചേട്ടനവിടെ നിൽക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടന് 3 സീറ്റ് ഞങ്ങളുണ്ട് എന്നും പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോന്നു. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്ത്, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ചേട്ടൻ ഈ തണ്ടലവേനാണ്, ഞാൻ ഉണ്ടാവില്ല എന്നുള്ള പുള്ളിയും പറഞ്ഞു, ശരിയാണ്, നീ വരണ്ട, അവിടെ തിരക്കായിരിക്കുള്ളൂ, നിന്നെക്കൊണ്ട് പറ്റില്ല. ഇത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു തോറ്റം പോലെ ഞാൻ തന്നെ ചെന്ന് പറയാണ്, അത് മാതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ചേട്ടൻ ഒരു 3 സീറ്റ്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചില്ല, അത് നിന്നോട് ചോദിച്ചപ്പോൾ തണ്ടലേനാണെന്നുള്ള പറഞ്ഞായിരുന്നേ എന്ന് പുള്ളി ചോദിച്ചില്ലാനും. അങ്ങനെ ഇവിടെ വന്ന് 2 കിലോമീറ്റർ അകലിന് വണ്ടി നിർത്തി ഞങ്ങൾ. അവിടെ നിന്ന് നടന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് കൊന്ത ചൊല്ലി നടന്നിട്ട് അവിടെ വരെയും അറിഞ്ഞു പോലുമില്ല, എങ്ങനെ എത്തിയെന്ന് പോലും അറിയില്ല. അങ്ങനെ ഭയങ്കര അനുഗ്രഹമുണ്ട്. ഇപ്പോൾ തണ്ടലേനൊക്കെ കുറവായി, വളരെയധികം മാറ്റമുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. മാതാവിന് നന്ദി പറയുന്നു. അതിന് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യണത് പത്രം ടൗണുകളിലും മാള ബസ് സ്റ്റാൻഡിലും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്രം കൊടുക്കുന്ന സമയത്ത് മാതാവിനോട് പറയും, മാതാവേ ഈ പത്രം അർഹതയുള്ള കൈകളിൽ എത്തണം, അതിനുള്ള ആളുകളെ എനിക്ക് മാതാവ് കാണിച്ചു തരണം.
ഈ പത്രം വായിക്കുമ്പോൾ അവരുടെ നിയോഗങ്ങൾ മാതാവ് ഏറ്റെടുക്കുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കണത്. ഈ പത്രം കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നവരോട് ഞാൻ പറയും, വേണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് തന്നേരും. മാത്രമല്ല, നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പത്രം വാങ്ങിക്കാവൂ, അല്ലെങ്കിൽ വാങ്ങിക്കരുത്. വായിക്കാതിരുന്നിട്ട് പിന്നെ ഇത് വാങ്ങിച്ചിട്ട് കാര്യമില്ല, വായിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലയെന്ന് പറയുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാറുണ്ട്. ഒപ്പം ഭക്ഷണത്തിന് പൈസ ഇല്ലയെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കാറുണ്ട്, ദശാംശം കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉടമ്പടിയിൽ ആയിരുന്നപ്പോൾ മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും പള്ളി പോവാതിരിക്കുകയോ കുമ്പസാരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. പള്ളിയിൽ പോയില്ലെങ്കിൽ അതിലേറെ വിഷമം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ജീവിതം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച വെറുതെ പള്ളിയിൽ പോരും. പിന്നെ പോണത് കൊല്ലത്തിൽ 10 ദിവസത്തെ കൊന്തയ്ക്ക് മുടങ്ങാതെ പള്ളിയിൽ പോവും. പിന്നെ ഈ പറഞ്ഞ പോലെ മാതാവിൻ്റെ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ 10 ദിവസത്തെ നവനാളുണ്ടാവും, അതിന് പോവും. അങ്ങനെയൊക്കെ പള്ളിയിൽ പോയിട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് ഒരു ദിവസം പോലും പള്ളിയിൽ പോവാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ കൊച്ചിൻ്റെ വിസ വരാതായിരിക്കുന്ന സമയത്തും എപ്പോഴും ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കുക. മാതാവ് ഈ വിസയ്ക്ക് അനുസൃതമായിട്ടൊരു വചനം കാണിച്ച് തന്നേക്കണേന്നും പ്രാർത്ഥിച്ചാണ് ബൈബിൾ തുറക്കാറ്. അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഭയം കൂടാതെ സാക്ഷി നൽകാൻ. ഞാൻ ഒത്തിരി ദിവസമായി പ്രാർത്ഥിച്ചു ഒരുങ്ങണ് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. ഇവൾ 12-ാം തീയതി വിസയ്ക്ക് വെച്ചു. 19-ാം തീയതി ഞാൻ എൻ്റെ നിയോഗങ്ങളും എൻ്റെ സാക്ഷ്യത്തിനുള്ള കാര്യങ്ങളും ഞാൻ എഴുതി വെക്കുകയും ചെയ്തത് വീട്ടിൽ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മ മാതാവ് തരുമെന്ന്. അതിപ്പോൾ നിറവേറിയിട്ടുണ്ട്. മാതാവിന് ഞാൻ നവംബർ 30-ാം തീയതി ഞാനിവിടെ വന്ന് പോയായിരുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി കൊച്ചിൻ്റെ വിസയും പാസ്പോർട്ടുമായിട്ട് ഞാനിവിടെ വരുള്ളൂ. മാത്രമല്ല, ഇത് മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വിസ കിട്ടിയെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയുള്ളൂ എന്ന് മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇന്നലെ വിസ കിട്ടി. ഇന്ന് രാവിലെ വെളുപ്പിന് 2:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തി മാതാവിന് നന്ദി പറഞ്ഞത്. ഇനി ഞാനും എൻ്റെ കുടുംബവും ഇപ്പോഴും മാതാവിൻ്റെ മുമ്പിൽ വെറും നഴ്സറി കുട്ടികൾ മാത്രമാണ്. കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ല. മാതാവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മീയ വളർച്ച മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം മാതാവിൻ്റെയും ഈശോപ്പച്ചൻ്റെയും കരം പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലൂക്ക 17:6 നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. വിനിത പോളി എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മകളോടുമൊപ്പം ഓരോരുത്തർക്ക് ലഭിച്ച മരിയൻ ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ നാം കേട്ടത് ഉടമ്പടി പേടിയുള്ളൊരു കാര്യമായിരുന്നു എന്നതാണ്. അത് മോളുടെ നിർബന്ധപ്രകാരം ഉടമ്പടി എടുക്കുവാൻ എത്തിയെങ്കിലും അത് എടുക്കാതെ പോയ കാര്യവും ഒക്കെ സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും പുറത്തുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഉടമ്പടി എന്തോ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഒന്നുമല്ല. ഉടമ്പടി നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവിക പദ്ധതിയാണ്. ഉടമ്പടിയിലുള്ള മക്കൾക്കതറിയാം. അത് പ്രത്യേകിച്ചൊരു ജീവിതം നയിക്കുവാൻ ഉടമ്പടി നമ്മളോട് പറയുന്നില്ല. നാം നയിക്കേണ്ട ജീവിതം വൃത്തിയായിട്ട് നയിക്കാൻ ഉടമ്പടി നമ്മളെ സഹായിക്കുകയാണ്. അതിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുക, ദൈവഹിതപ്രകാരം ജീവിക്കുക, ദൈവവചനം പ്രാർത്ഥിച്ച് ജീവിക്കുക, ആത്മാവിനെ കളങ്കപ്പെടുത്താതെ ദൈവപരപ്രസാദം നമ്മളിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചും കുംഭസാരമെന്ന കുദാശയിൽ പങ്കുചേർന്നും നമ്മുടെ ജീവിതത്തെ നന്നായി ഉറപ്പിച്ചു നിർത്തുക. സഹോദരങ്ങളെ അലിവോടെ കാണുക. അവർക്ക് ചെയ്തു കൊടുക്കാനാവുന്ന നന്മകളൊക്കെയും സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ ചെയ്തു കൊടുക്കുക. യേശുവിൻ്റെ സ്വന്തമാണ് നമ്മളെന്ന്, യേശു നൽകിയതാണ് നമ്മുടെ ജീവിതമെന്ന് ലോകത്തോട് ഏത് നിമിഷവും പറയുവാൻ പറ്റുന്ന വിധത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ചെയ്യുക. അത് നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നതും വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം വളരുന്നതിന് വേണ്ടി നാം അവരെ സഹായിക്കുന്ന മേഖലയാണത്. ഉടമ്പടി മറ്റു രീതികളിൽ നമ്മളെ ഭയപ്പെടുത്തുകയോ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയോ നമ്മുടെ വ്യക്തിജീവിതത്തെ ചുരുക്കുകയോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല.
നാം ഈ അൾത്താരയിൽ എപ്പോഴും കാണുന്നുണ്ട്. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന മക്കളൊക്കെയും ജീവിതത്തിൻ്റെ വിവിധ മികച്ച മേഖലകളിൽ ഓരോ സേവനം ചെയ്യുന്നവരും തൊഴിലെടുക്കുന്നവരും ജീവിതം നയിക്കുന്നവരുമാണ്. നമ്മൾ എല്ലാ ദിവസവും കാണും ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ പകുതിയിലേറെ വിദേശത്ത് നിന്ന് വന്ന സഹോദരങ്ങൾ പറഞ്ഞു പോകുന്നത് നാട്ടിലുള്ള സാഹചര്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ, മെച്ചപ്പെട്ട ജോലികൾ, മെച്ചപ്പെട്ട വരുമാനം, മെച്ചപ്പെട്ട ജീവിത നിലവാരം ഒക്കെയുള്ളവർക്ക് ജീവിക്കുവാൻ പറ്റുന്നതാണ് ഈ ഉടമ്പടി ജീവിതമെന്ന് ലോകത്തോട് ആവർത്തിച്ച് പറയുന്നതാണ് ഓരോ സാക്ഷ്യവും. ലഭിക്കുന്ന ഭൗതിക നന്മകൾ വ്യത്യസ്തമാണെങ്കിലും ജീവിക്കുന്ന ജീവിതം ഉടമ്പടി എടുക്കുന്നവരെല്ലാം ഒന്ന് തന്നെയാണ്. അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയുള്ള ജീവിതമാണ്. ജീവിതത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടുള്ളൊരു ജീവിതമാണ്. ഈ മണ്ണോട് ചേരുന്നതല്ല ജീവിതമെന്ന്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ വസതിയിലേക്ക് ചെന്നു ചേരുവാൻ പറ്റുന്ന വിധം ഇവിടെ ലഭിച്ചിരിക്കുന്ന ആയുസ്സിൻ്റെ ഓരോ നിമിഷവും ശ്രദ്ധയോടുകൂടി ജീവിക്കുമെന്ന് നാം ദൈവത്തിന് കൊടുക്കുന്ന ഒരു വാക്കും സമർപ്പണവുമാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നാം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ പ്രവേശിക്കുന്നവരെല്ലാം സന്തോഷത്തോടെ ഉടമ്പടി ജീവിക്കുന്നവരായിരിക്കും. അവർക്ക് ഉടമ്പടി ജീവിതം ഒരിക്കലും ഒരു ഭാരമാവില്ല. മറിച്ച് കുറേ കൂടി തങ്ങളുടെ ഭാരങ്ങൾ ലഘൂകരിക്കുവാൻ, തങ്ങളുടെ അലക്ഷ്യമായ ജീവിതത്തെ കുറേ കൂടി ദൈവ കേന്ദ്രീകൃതമാക്കുവാൻ, തങ്ങളുടെ പാഴ് പരിശ്രമങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഫോക്കസ്ഡായി പരിശ്രമിക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. അതുകൊണ്ട് ഉടമ്പടി ജീവിതം സംശയാലുക്കളാണ് എപ്പോഴും വന്ന് എത്തി നോക്കിയിട്ടൊക്കെ പോകുന്നത്. ഇവിടെ നമുക്ക് എത്തി നോക്കി പോകുവാൻ ഇടം പോലുമല്ല. അങ്ങനെയൊന്നും കൃപാസനത്തിൽ വന്നിട്ട് കാര്യവുമില്ല. ഇവിടെ എന്താ നടക്കുന്നത്, ആരൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തിനാ ഇത്ര ആൾക്കൂട്ടം, എത്തി നോക്കാൻ വരുന്നവർക്ക് ഇവിടെ ഒരു ഇടവുമില്ല. കാരണം എത്തി നോക്കാനുള്ള ഇടമല്ലിത്, മറിച്ച് ദൈവത്തിന് ജീവിതം കൊടുക്കുവാനുള്ള ഇടമാണിത്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഈ നാളുകളിൽ ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശമാണെങ്കിൽ ആർക്കൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടോ ആ ദുരന്ത മേഖലകളെ മുഴുവനും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ശക്തിക്കുപരിയായി ദൈവശക്തിയിൽ എൻ്റെ ജീവിത ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വന്നു ചേരാനുള്ള ഇടമാണ് കൃപാസനം എന്നത്. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാന ബോധ്യത്തിലാണ് ഉടമ്പടി ജീവിതം നമുക്കെപ്പോഴും അനുഗ്രഹമാവുന്നത്. നാം കേട്ട സാക്ഷ്യങ്ങൾ ഓരോന്നും നമ്മൾ അറിഞ്ഞല്ലോ. ആദ്യത്തത് ഒരു സാക്ഷ്യം കേട്ടപ്പോഴാണ് സഹോദരി ഏറെ നാളായി അനുഭവിക്കുന്ന ഒരു രോഗത്തിൻ്റെ സൗഖ്യം എങ്ങനെയെന്ന് മനസ്സിലാവുന്നത്. ഏറെ നാളായി മരുന്ന് കഴിക്കുന്നുണ്ട്, ഒത്തിരി തവണ ശരീരം കീറി പഴുപ്പ് കളയുന്നുണ്ട്, പക്ഷേ അത് രോഗം മാത്രം മാറുന്നില്ല, വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉടമ്പടി സാക്ഷ്യത്തിലാണ് കേൾക്കുന്നത്, ഒരു സഹോദരി ഇതേ രോഗത്തിന് ഉടമ്പടി ഉപ്പ് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇതെനിക്ക് സൗഖ്യത്തിനും ആരോഗ്യത്തിനും കാരണമാകുമെന്ന് അറിഞ്ഞ് പൂർണ്ണമായ ബോധ്യത്തോടെ ഉള്ളിലത് സേവിക്കുകയും അത് ആ കുരു പൊട്ടി ചലം പോയി പിന്നീട് ഒരിക്കലും ഒരു പാടുപോലും ഇല്ലാത്ത വിധത്തിൽ സൗഖ്യപ്പെട്ടെന്ന് സഹോദരി പറയുന്നുണ്ട്. ആ സാക്ഷ്യമാണ് എന്നെ അതുപോലെ ചെയ്യുവാൻ വേണ്ടി പ്രചോദിപ്പിച്ചത്. അത്ര നാളും കറങ്ങി നടക്കുകയും ഓപ്പറേഷൻ ഇനി വേണമെന്ന് ഡോക്ടർമാർ നിർബന്ധിക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ എൻ്റെ ജീവിതത്തെ ഒന്ന് അമ്മ മാതാവിന് ഉടമപ്പെടുത്തുവാൻ തയ്യാറായത്. അതാണ് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒരു നിയോഗം സമർപ്പിക്കുക എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ശക്തികൾക്കപ്പുറം, വൈദ്യത്തിൻ്റെ മരുന്നുകൾക്കപ്പുറം, കഴിവുകൾക്കപ്പുറം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടുന്നതുണ്ട് എന്ന ബോധ്യത്തിൽ ചെയ്യുന്ന ജീവിതമാണത്. അത് ഉപ്പ് കഴിച്ചാൽ ഇതെങ്ങനെ മാറും, യുക്തിയുടെ സംശയങ്ങൾ ഒത്തിരി കൊണ്ടുവരാം. പക്ഷേ ഉപ്പല്ല വിഷയം, മറിച്ച് ദൈവകരങ്ങളിലേക്ക് എളിമപ്പെടുത്തി എൻ്റെ ജീവിതം കൊടുക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. സഹോദരി പറയുന്നുണ്ട്, ഞാൻ അതുപോലെ ആ സാക്ഷ്യത്തിൽ എന്ത് കേട്ടോ അതുപോലെ ഞാനത് ഉപ്പ് ഞാൻ ഉള്ളിൽ സേവിച്ചു. എൻ്റെ ആ കുരു പൊട്ടിപ്പോയി, ഇന്നൊരു പാടുപോലും ഇല്ലാതെ ഒരു മരുന്ന് പോലും പിന്നീട് കടിക്കാതെ ആരോഗ്യത്തോടെ എൻ്റെ ജീവിതം നിലനിൽക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് എപ്പോഴും പറയുക, സാക്ഷ്യങ്ങൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ബലപ്പെടുത്തുന്നതാണ്. നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പല മേഖലകളിലുള്ളവർ, പല തരത്തിൽ ജീവിത ക്ലേശങ്ങളിലായിരിക്കുന്നവർ, ഒരുപക്ഷെ നമ്മുടെ സമാനമായ വിഷയമുള്ളവർ ഉടമ്പടി എടുത്ത് എങ്ങനെ അമ്മയുടെ മുമ്പിൽ വിശേഷബുദ്ധിയായി ജീവിക്കുകയും വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്തുവോ അതവർക്ക് എങ്ങനെ അനുഗ്രഹമായെന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ വേഗത്തിൽ പരിഹരിക്കുവാൻ അമ്മ മാതാവ് നമുക്ക് വഴിയൊരുക്കി തരികയും ചെയ്യും. മകൾ പറയുന്നുണ്ട്, അവളുടെ കൂടെയുള്ള എല്ലാവരും ഉടമ്പടി എടുത്ത് ഓരോരുത്തരായി
ജർമ്മനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലതവണ വന്നിട്ട് ഉടമ്പടി എടുക്കുവാനാകാതെ പോവുകയും ആ കാര്യമേറെ നീണ്ടുപോവുകയും ചെയ്തപ്പോഴാണ് വീണ്ടും അമ്മ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഈ വിഷയം, കടുകട്ടിയായ വിഷയം, ഒരു തുറവിയില്ലാത്ത വിഷയം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, അന്ന് അമ്മ മാതാവിന് കൊടുത്ത വാക്കാണ് എൻ്റെ വിസ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആദ്യം കാണിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ മറ്റെല്ലാവരോടും പറയൂ. ഉടമ്പടി അമ്മയിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കുകയും അതിൻ്റെ ഫലമായി ലഭിച്ച വിസ ഇന്ന് അമ്മയുടെ തിരുനടയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തുകയുമാണ് സഹോദരി ചെയ്തത്. മറ്റൊന്ന്, സഹോദരൻ്റെ തണ്ടല് വേദനയാണ്, നടക്കുവാനാവാത്തത്, വളരെ ഗുരുതരമായ വേദനയുള്ളത്. ആ അവസ്ഥയിലാണ് അമ്മ മാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലിയിലേക്ക് വന്നു ചേരുന്നത്. തൻ്റെ ആരോഗ്യം കൊണ്ട് നടക്കാൻ പറ്റാത്ത വിഷയമാണിത്, കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന വിഷയമാണിത്. എങ്കിലും അമ്മയുടെ കരങ്ങളിലേക്കാണ് ആ വിഷയം നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാ രോഗങ്ങളുടെയും സൗഖ്യപ്പെടുത്തുന്ന വൈദ്യനായ ഈശോയ്ക്ക് അവിടുത്തെ തിരുരക്തത്താൽ എൻ്റെ തണ്ടലിനെ ഇപ്പോഴുള്ള ക്ലേശത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി ഞാൻ നടത്തുന്ന ത്യാഗപൂർണമായ യാത്രയ്ക്ക് അത് പൂർത്തീകരിക്കുവാൻ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യാത്ര നടത്തുന്നത്. സഹോദരൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞു, അങ്ങോട്ട് ചെന്ന് ജപമാലയ്ക്ക് വരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നെത്തി ആ അർത്തിങ്കൽ വരെയുള്ള 14 കിലോമീറ്റർ ഒരു ക്ലേശവും കൂടാതെ പ്രാർത്ഥിച്ച് നടന്ന് തീർക്കുവാൻ എൻ്റെ അമ്മ എന്നെ സഹായിച്ചു വന്ന. ആദ്യം തന്നെ യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് പ്രിൻസ് മോൻ ജോസഫ്, ഇതെൻ്റെ മമ്മിയാണ്. മമ്മിയുടെ പേര് ലിനി സോഫിച്ചൻ. ഞങ്ങൾ കോട്ടയം കറുകച്ചാലിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന സാക്ഷി എന്നാന്ന് വെച്ചാൽ, എനിക്ക് UK NHSൽ വർക്ക് വിസ കിട്ടിയതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത്. ഞാൻ 2022 UK സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത്. അങ്ങനെ 2022 സ്റ്റുഡൻറ്റ് വിസയിൽ പോയി അവിടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി. അത് കഴിഞ്ഞ് എനിക്കവിടെ ഒരു NHS തന്നെ ആദ്യം ജോലി കിട്ടി. ആ NHSൽ ഞാൻ തുടർന്ന് ജോലി ചെയ്തു. എൻ്റെ വിസ തീരെ ഒരു 6 മാസം ഇരിക്കെ ഞാൻ അവരോട് വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പുതിയ നിയമത്തിൻ്റെ ഇത് വെച്ച് നീ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിനക്ക് വിസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി ഇവരിങ്ങനെയാണ് പറയുന്നത്, എനിക്ക് വിസ തരത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസംബറിലേക്ക് തിരിച്ച് കയറി വരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പായും ഉണ്ടായിരുന്നു. പപ്പായനോട് പറഞ്ഞു, എടാ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസൊക്കെ വിടാൻ തുടങ്ങി. അങ്ങനെ ഒരു NHSൽ നിന്ന് എനിക്ക് ആദ്യം 2 NHSൽ ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. അത് കഴിഞ്ഞ് ഒരു NHSൽ നിന്ന് എന്നെ വിളിച്ചു. ആ NHSൽ ഞാൻ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു, ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്തു വന്നപ്പോൾ ഷെയർ കോഡ് കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിൻ്റെ വിസ ജനുവരിയിൽ 3-ാം തീയതി കൊണ്ട് തീരും. അന്ന് വെച്ചാൽ ഡിസംബർ വരെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിനക്കൊരു നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ നിനക്ക് 2 ഇയർ NHS എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, എടാ അഖണ്ഡ ജപമാല റാലി വരുന്നുണ്ട്, ഞാൻ ആ ജപമാല റാലിക്ക് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാം, നീ ഒന്നും പേടിക്കേണ്ട, നീ എന്തായാലും വിശ്വസിച്ച് നിൻ്റെ പ്രാർത്ഥന തുടർന്നോളാം പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഒരു വിശുദ്ധ കുർബാനയും മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ വൈകിട്ട് ചൊല്ലാറുണ്ടായിരുന്നു, കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ലണ്ടനിലെ ഒരു NHSലും ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. ആ NHSൽ അവർ 3 മാസത്തേനാണ് ആ ലിസ്റ്റ് ഇടുക എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ എനിക്കത് വന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ കൊണ്ട് എൻ്റെ വിസ തീരുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന NHSലാണെങ്കിൽ എനിക്കറിയാം അവിടുത്തെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. ഒരു 5 മാസം എടുത്തിട്ടാണ് ഞാൻ ആ NHSൽ കയറിയത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും അതുപോലെ പ്രോസസ്സാണെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ കയറാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അവരാണെങ്കിൽ 3 മാസം ആ ലിസ്റ്റ് ഇടത്തുള്ളൂ. ഞാൻ ഇത് മമ്മിയോട് പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യം കിട്ടിയ ആ NHSൽ നിന്ന് അവർ ആപ്ലിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് പകുതി വരെ എത്തി നിൽക്കുകയായിരുന്നു. അന്നേരമാണ് അവർ എനിക്ക് എൻ്റെ വിസ കിട്ടത്തില്ല, കാരണം ഇത് കാരണമാണ് എന്ന് വെച്ചാൽ ജനുവരിയിൽ എൻ്റെ വിസ തീരുമല്ലോ, അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മമ്മിയോട് അത് പറഞ്ഞു. മമ്മി എന്തായാലും ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നപ്പം ഒരു നിയോഗം എഴുതിക്കൊണ്ടാണ് വന്നത്, എൻ്റെ മകനെ ലണ്ടനിലെ NHSൽ തന്നെ കിട്ടണമെന്ന്. പക്ഷേ അവിടുന്ന് എൻ്റെ പ്രോസസ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി മറ്റേ NHSൽ അവർ സ്റ്റാർട്ട് ചെയ്ത്, ഇവരാണ് എന്നെ വിളിച്ചിട്ട് പോലുമില്ല. പിന്നെ മമ്മി നിനക്ക് ആ ലണ്ടനിലെ NHSൽ തന്നെ കിട്ടും, നീ എന്തായാലും വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ തുടർന്നു. എന്താണെങ്കിലും അത് കഴിഞ്ഞ്
എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറഞ്ഞു, എടാ നീ NHS മാത്രം നോക്കാതെ വല്ല കെയർ ഹോമൊക്കെ നോക്ക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് വിസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കെയർ ഹോമിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, എല്ലാവരും എനിക്ക് ജോലി തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആരും എനിക്ക് വിസ തരാമെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് ഏജൻസികളെ മുട്ടി നോക്കി, അവരൊക്കെ ആണെങ്കിൽ 10-20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതുമാത്രമല്ല, അവിടുത്തെ പുതിയ നിയമം വെച്ചിട്ടാണെങ്കിൽ 3 മാസം നമ്മൾ ഒരു എംപ്ലോയറുടെ അടിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വിസ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്കാണെങ്കിൽ കറക്റ്റ് 3 മാസമേ ഉള്ളൂ. അതാണെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ മാസം കഴിയുകയും ചെയ്തു, ഇനിയിപ്പം 2 മാസവും കൂടെ ഉള്ളൂ. അപ്പം അവർ ഏജൻസിക്കാർ പോലും റെഡി ആകുന്നില്ല. ഒരു ഏജൻസി പറഞ്ഞു, നീ നിൻ്റെ റിസ്കിൽ ഒരു FLR അടിച്ച് വിസയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ FLR അടിച്ചെടുക്കണമെങ്കിൽ തന്നെ അതിന് ഒരു 5 ലക്ഷം രൂപ ചിലവാണ്. അതല്ലാതെ വിസയ്ക്ക് പിന്നെ ഞാൻ ഒരു 10-15 ലക്ഷം രൂപ കൊടുക്കണം. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മി ഒരു 10-22 ലക്ഷം രൂപയാവും, ഇതിങ്ങനെ വിസ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണം, ഒന്നാമത് എഡ്യൂക്കേഷൻ ലോൺ അടച്ചങ്ങോട്ട് തീർത്തേ ഉള്ളൂ, ഇനി അടുത്ത പിന്നെയും കടമെടുത്ത് നീ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്ന് എന്നോട് ചോദിച്ചു. എന്നാലും ഞാനന്ന് തിരിച്ചു വന്നിട്ട് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അന്ന് അതെടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ NHS പോയി ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്നോട് ഒരു കെയർ ഹോം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ അവിടെ കയറാൻ പോവുകയാണ്, ഞാൻ എന്തായാലും ഇവിടെ റെസിഗ്നേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വാക്കാ പറഞ്ഞാൽ പോരാ, ഒഫീഷ്യലി നീ റെസിഗ്നേഷൻ തരണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി റെസിഗ്നേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ വൈകിട്ട് പ്രാർത്ഥിച്ചപ്പം ഒരു കുർബാനയും കൊന്തയും ചൊല്ലി മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ ഞാൻ എത്ര നാളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഞങ്ങൾ 2019 ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അതിൻ്റെ അകത്തെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്, പക്ഷേ നീ എല്ലാം തരുന്നുണ്ട്, ഒന്നും അനുഭവം ഇപ്പോൾ NHSലൊക്കെ ആണെങ്കിലും ഷോർട്ട് ലിസ്റ്റഡ് ആകുന്നുണ്ട്, പക്ഷേ ഒരിടത്തുനിന്ന് എനിക്ക് വിസ വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ നാളെ എൻ്റെ ഈ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടെന്നുള്ളതിന് നാളെ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതുപോലെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു, ലോങ് ഡേ ഷിഫ്റ്റാണ്. അപ്പോൾ ഹാൻഡ് ഓവറിന് കയറുന്നതിന് മുമ്പ് മാനേജർക്ക് പോയി റെസിഗ്നേഷൻ കൊടുത്തിട്ട് കയറാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഒരു 6:50 ആയപ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ലണ്ടനിലെ NHSയിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്ന് കിടക്കുവാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ NHSൽ എടുക്കാം, അടുത്ത 1-2 ദിവസത്തിനാവും ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഇട്ട് തരും, ഇപ്പം നിൽക്കുന്ന ജോലിയിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞാണ് അവിടെ വന്ന് നിന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി, ഞാൻ തലേദിവസം പ്രാർത്ഥിച്ച് എനിക്കൊരു അടയാളം കാണിച്ചു തരാനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും അവിടുന്ന് വിസ കിട്ടുമെന്ന്. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥന മുടക്കേണ്ട, മമ്മി തുടർന്ന് പ്രാർത്ഥിച്ചോ, എനിക്ക് അവിടുന്ന് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്, അവർ ഓഫർ ലെറ്റർ അടുത്ത ദിവസം ഇട്ട് തരാമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ആ കെയർ ഹോമിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രോസസ്സ് നിർത്തി വെച്ചോ. അവരെന്നോട് പറഞ്ഞത് നവംബർ അവസാനം വന്ന് ജോയിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രോസസ്സ് നിർത്തി വെച്ചോളൂ, എനിക്ക് അത്രയും പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞ അത്ര. അപ്പോൾ ഇപ്പോൾ ഒരു NHSയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ എന്തായാലും ജോയിൻ ചെയ്യുക, ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടല്ലോ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അപ്പോൾ അന്നേരം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ പോയി എന്തായാലും എനിക്ക് അവരാദ്യം കണ്ടീഷൻ ഓഫർ ലെറ്റർ ഇട്ട് തന്നപ്പോൾ അതിൻ്റെ അകത്ത് ID ചെക്ക് നടത്താനുണ്ടായിരുന്നു. ആ ID ചെക്ക് നടത്തിയപ്പോഴത്തേന് അവരെനിക്കൊരു ലിങ്കാണ് ഇട്ട് തന്നത്. ആ ലിങ്കിൽ കൂടെ കയറി ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് എനിക്ക് അത് നടക്കുന്നില്ല. കാരണം നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിന് NFC ഇല്ല, ബ്രിട്ടീഷ് പാസ്പോർട്ടിനാണ് അതുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു, പക്ഷേ BRP ആണെങ്കിൽ ഇപ്പോൾ EVC ആക്കി. അപ്പോൾ എനിക്കൊരു രീതിയിലും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അവരാണെങ്കിൽ എനിക്ക് എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും വഴി ഇത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫേസ് ടു ഫേസ് ഒരു ഇത് വെക്കാം, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച എനിക്കൊരു സ്ലോട്ട് കിട്ടി. ഞാൻ അവിടെ ചെന്നു. അവിടെ എവിടെയാണെങ്കിലും ഞാൻ പോകുമ്പോൾ ഈ മാതാവിൻ്റെ ലോക്കറ്റും ഉപ്പുമായിട്ടേ പോകത്തുള്ളൂ. അത് ഇൻ്റർവ്യൂവിനാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ മാതാവിൻ്റെ ലോക്കറ്റും ഞാൻ ഈ കൊന്തയിട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഇൻ്റർവ്യൂവിന് കയറുമ്പോഴെല്ലാം ഞാൻ ഈ ഉപ്പ് ഇട്ടിട്ടേ പോകത്തുള്ളൂ. അത് ഏതൊക്കെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ടുണ്ട്, ആ ഇൻ്റർവ്യൂ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഇവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് പോയി. അപ്പോൾ എന്നെക്കാട്ടിലും മുമ്പേ ഒരു ആഫ്രിക്കക്കാരി ഉണ്ടായിരുന്നു, പുള്ളിക്കാരുടെ ഡോക്യുമെൻറ്റ്സ് മേടിച്ചു. തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 2027 വരെ വിസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിസ തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇനി 1.5 മാസം കൂടി ഉള്ളൂ, എൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഞാൻ 50 ദിവസവും 49 ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുക തിരിച്ചു വരാനുള്ളത്. അപ്പോഴത്തേന് അവരോട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് പോയി. ഞാൻ തിരിച്ച് വന്നപ്പോൾ അവരോട് ചോദിച്ചു, എൻ്റെ ഡോക്യുമെൻറ്റ്സ് ID ചെക്ക് കഴിഞ്ഞു, ഇനിയിപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അതുകൊണ്ട് അപ്പോൾ വിസയുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയും സമയമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളത് കണ്ടായിരുന്നു, നിങ്ങൾക്ക് വിസ വേണമെന്ന്, നിങ്ങൾ എന്തായാലും HR-ഉമായിട്ട് ഫോളോ അപ്പ് നടത്ത്. അന്നേരം അവരതിൻ്റെ ബാക്കി പ്രോസസ്സ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ HR-ന് മെയിൽ വിടാൻ വേണ്ടി നമ്മുടെ ഒരു കൂട്ടുകാരനെ ബന്ധപ്പെട്ട് അവൻ പറഞ്ഞാൽ, ആ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ട് നിനക്കറിയാമല്ലോ, നീ ഒരു NHS വർക്ക് ചെയ്തപ്പോൾ എത്ര നാളെടുത്തെന്ന്. ആദ്യം പോലീസ് വെരിഫിക്കേഷൻ കിടക്കുന്നു, ID ചെക്ക് കിടക്കുന്നു, വാക്സിനേഷൻ കിടക്കുന്നു, റെഫറൻസ് കിടക്കുന്നു, എല്ലാം കിടക്കുമല്ലേ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അവിടെ ഒരു സെൻറ്റ് ആൻറ്റീസ് അപ്റ്റൺ പാർക്കിലൊരു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളിയിൽ പോയിരുന്നിട്ട് മാതാവിനോടും അവിടെ മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരു കൊന്തയൊക്കെ ചൊല്ലി. ഞാൻ നിന്ന് കരയുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമുള്ള പള്ളിയിൽ ഞാൻ ഏറ്റവും പുറകിൽ പോയെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ആ പള്ളിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന്
മാതാവിൻ്റെ അത്ഭുതമെന്നേ ഞാൻ അത് പറയത്തുള്ളൂ. 5 മാസം എടുത്ത് അവിടെ നടന്ന ആ പ്രോസസ്സ് 5 മണിക്കൂർ എടുത്തില്ല. എനിക്ക് ആ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി ഞാൻ നെറ്റ് ഓണാക്കി നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് COS വന്ന് കിടക്കുവാണ്. എൻ്റെ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല, വാക്സിനേഷൻ കഴിഞ്ഞിട്ടില്ല, റെഫറൻസ് ചെക്ക് കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ID ചെക്ക് മാത്രം. എനിക്ക് അവിടുന്ന് ആദ്യം അവർ COS വന്നു. ഈ COS വെച്ച് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ആ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, മമ്മി ഇങ്ങനെ വന്നിട്ടുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം, എനിക്ക് COS വന്നിട്ടുണ്ട്. ഈ COSനാണ് ആ കെയർ ഹോമുകാർ എന്നോട് 20 ലക്ഷം രൂപ ചോദിച്ച സാധനം. അതെനിക്ക് 1 രൂപ പോലും കൊടുക്കാതെ ഇവിടെ വന്ന് കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഇതാണ്, നീ എന്തായാലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വിസയ്ക്ക് വേണ്ടി വെച്ചു. ഞാൻ വെച്ചേക്കുന്നത് വെറും സ്റ്റാൻഡേർഡ് വിസയ്ക്ക് വേണ്ടിയാണ്. 304 പൗണ്ട് കൊടുത്ത് വെറും സ്റ്റാൻഡേർഡ് വിസ. HMRCയുടെ ഇത് വെച്ച് 8 ആഴ്ച എടുത്ത് കിട്ടേണ്ട വിസ എനിക്ക് വെറും 24 മണിക്കൂർ കൊണ്ട് ആ വിസയും കിട്ടി. 6 മണിക്കൂർ കൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പും കിട്ടി. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇനിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് കുറച്ച് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മമ്മിക്ക് കൊടുക്കാം. യേശുവേ നന്ദി, ദൈവമേ സ്വസ്ത്രം. ഞാൻ 2016 ഒക്ടോബർ 26-ാം തീയതിയാണ് ഞാനും മോനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 21-22 വർഷങ്ങളിൽ കൊറോണ കാരണം റാലിക്കൊന്നും വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞുള്ള 5 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കൊച്ചനോട് പറഞ്ഞു, മമ്മി എനിക്ക് വേണ്ടി, ഞാൻ ഒറ്റ നിയോഗം കൈപ്പിടിച്ച് എഴുതിക്കൊണ്ടാണ് പോയത്, ലണ്ടനിൽ കൊച്ചിന് ജോലി കിട്ടണമെന്ന്. പക്ഷേ അത് കഴിഞ്ഞ് കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ചെറിയ എൻ്റെ കയ്യെ സോപ്പിൻ്റെ അലർജി ഉണ്ടായിരുന്നു. അത് സോപ്പ് വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. അത് ഈ 4ാമത്തെ പുതുക്കലോടുകൂടി എനിക്ക് മാറിക്കിട്ടി. പിന്നെ ചെറുപ്പം തൊട്ട് ബസ്സിൽ കയറുമ്പോൾ ഛർദ്ദിക്കുന്ന രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും എന്നെ പ്രത്യേകിച്ച് വണ്ടിയിലൊന്നും ദൂരെ കൊണ്ടുപോകുകയില്ല. കാരണം ഇച്ചിരി അങ്ങോട്ട് പോയ ഉടനെ തലയ്ക്കകത്ത് വേദന എടുക്കും. പലയിടത്തും മണങ്ങൾ, അതായത് ഒരിടത്ത് ചെല്ലുമ്പോൾ പെട്രോളിൻ്റെ ആയിരിക്കും, അടുത്ത് ചെല്ലുമ്പോൾ ബേക്കറിയിലെ ആയിരിക്കും. അങ്ങനെ മണം അടിച്ചു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലയ്ക്കകത്ത് വേദന വരും, പെട്ടെന്ന് ഛർദ്ദിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടവും വരും, ചമ്മലും ഉണ്ട്. കാരണം എന്നെക്കാട്ടിലും കുഞ്ഞു കുട്ടികളിരിക്കുന്ന അവരൊക്കെ ഛർദ്ദിക്കാതിരിക്കും. ഇത്രയും വലിയ ഞാൻ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4ാമത്തെ പുതുക്കലോടുകൂടി എൻ്റെ ആ രോഗം പൂർണ്ണമായിട്ടും മാറി. കാരണം ആദ്യ നാളിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഉളിയ കഴിച്ചിട്ടാണ് വരുന്നത്. ആ ഉളിയ കഴിക്കുന്നവർക്കറിയാം അതിൻ്റെ പ്രയാസം. ഞാൻ ഇവിടെ വന്ന് അങ്ങ് ഉറക്കം തൂങ്ങും. കൊച്ചെന്നെ എപ്പോഴും വഴക്ക് പറയും. കാരണം ഞങ്ങൾ ആ ഏറ്റവും പുറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഉറക്കം തൂങ്ങുമ്പോൾ എന്നോട് പറയും, മമ്മി ഉറങ്ങാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയും, മോനെ എനിക്ക് വയ്യ, ഞാൻ മനഃപൂർവ്വം ഉറങ്ങുന്നതല്ല, ഈ ഉളിയ കഴിച്ച് നമ്മുടെ ശരീരം തളർന്നു പോകും. അതെനിക്ക് മാതാവ് പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു. ഇന്ന് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഉളിയ പോലും കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല. എത്ര ദൂരെ പോയാലും ഛർദ്ദിക്കത്തില്ല. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് മാതാവ് ഞങ്ങൾക്ക് തന്നു. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. മാതാവ് 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ആദ്യമൊക്കെ പള്ളികളിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പള്ളികളിൽ കൊടുത്താൽ ആരും അത്ര സ്വീകരിക്കത്തില്ല, എല്ലാവരും വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാനത് പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോയി 2 ദിവസമോ അല്ല അന്ന് തന്നെ നേരം ഉണ്ടെങ്കിൽ ഞാൻ നേരെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോവും. അവിടെ പോയി രോഗികളുമായിട്ട് കുറേ നേരം സംസാരിച്ച് കൃപാസനം പത്രം അവരോട് ചോദിച്ച് അവർക്ക് കൊടുക്കും. വായിക്കാവോ എന്ന് ചോദിക്കും. വായിക്കാൻ അറിയാൻ മേലാത്തവർക്കാണെങ്കിൽ അതിനകത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. എല്ലാവരും സന്തോഷത്തോടു കൂടി വാങ്ങിച്ച് ഒത്തിരി അനുഗ്രഹം. പിന്നെ ചിലർക്കൊക്കെ പൊതിച്ചോറുകളും ആഹാരമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ പത്രം ഞാൻ കൂടുതലും ആശുപത്രികളിലാണ് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ ഒത്തിരി കാരുണ്യ പ്രവൃത്തികളുമൊക്കെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മാതാവ് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. മത്തായി 24:42 നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. പ്രിൻസ് എന്ന ഈ മകൻ തൻ്റെ UK-യിലുള്ള NHSൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗം അമ്മ മാതാവ് എങ്ങനെ സാധിച്ചു കൊടുത്തുവെന്ന് സന്തോഷത്തോടെ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഒന്ന് സമയമൊട്ടുമില്ല, വിസ തീരാറായി, 2 വലിയ തോതിലുള്ള പണമാണ് ചോദിക്കുന്നത്. 10-25 ലക്ഷം രൂപ കൊടുത്താലേ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ തുറന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആകെ ജീവിതം കൈവിട്ട് നിൽക്കുന്ന സമയത്താണ് കൃപാസന മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചും കാശുരൂപം ചേർത്ത് പിടിച്ചും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മകനൊരു പതർച്ച വരുന്നുണ്ടെങ്കിൽ കൂടിയും അവൻ്റെ ആ ആത്മീയതയുടെ പ്രാർത്ഥനയുടെ ചരടൊരിക്കലും പൊട്ടിപ്പോകുന്നില്ല. അവൻ തൻ്റെ അമ്മയോട് ചോദിച്ച്
അമ്മയാണ് ശരിക്കും മകന് ഒരു ആത്മീയ ബലമായി കൂടെ നിൽക്കുന്നത് മുഴുവനും. എപ്പോഴൊക്കെ ആദി വരുന്നുവോ, പ്രതീക്ഷകളില്ലാതെ നെഗറ്റീവ് മാത്രം കേൾക്കുന്നുവോ, അപ്പോഴൊക്കെയും അമ്മയെ വിളിച്ച് പറയുമ്പോൾ അമ്മ കൃപാസന മാതാവിൽ ശരണപ്പെടുവാനും ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുവാനും മകനെ ധൈര്യപ്പെടുത്തുകയും മകൻ സൂചിപ്പിച്ചു, അസാധ്യമെന്ന് കരുതിയതാണ് മകന് ലഭിച്ചതെല്ലാം. 6 മണിക്കൂർ കൊണ്ട് COS കിട്ടുന്നു. 20 ലക്ഷം രൂപ ചോദിച്ച കാര്യം 1 രൂപ കൊടുക്കാതെ മകന് അത് അനുവദിച്ച് കിട്ടുന്നു. 24 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 1 മാസമെങ്കിലും എടുക്കുന്ന വിസ മകന് അടിച്ച് കയ്യിൽ കിട്ടുന്നു. 2 കാര്യത്തെയും അവൻ പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ പ്രാപ്തി കൊണ്ടല്ല, ആരെങ്കിലും എനിക്ക് വേണ്ടി എവിടെയെങ്കിലും സ്വാധീനിച്ചത് കൊണ്ടുമല്ല, മറിച്ച് സഞ്ചാരി മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അമ്മയോടുള്ള വിശ്വസ്തമായ ജീവിതത്തെ കണ്ടുകൊണ്ട് ആപത്ത് സമയത്ത് എൻ്റെ മെറിറ്റ് മുഴുവനും, വിദേശത്തുള്ള എൻ്റെ വാസത്തിനുള്ള സാഹചര്യങ്ങൾ മുഴുവനും, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ സാഹചര്യങ്ങൾ ഏറെ ദോഷകരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി മാത്രം അമ്മ ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യവും ക്രമീകരിച്ച് തന്നതാണ്. ആ പല NHSൽ അവൻ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴും ആ സമയങ്ങളിലൊക്കെയും അമ്മയാണ് മോനോട് പറയുന്നത്, നീ ഇന്നിടത്ത് സ്ഥിരതയോടെ നിൽക്കുക, അത് നീ കൃത്യമായി ഫോളോ ചെയ്യുക, നിനക്കുള്ള അനുഗ്രഹം അവിടുന്ന് വരുന്നുണ്ടെന്ന്. ഇത് ഉടമ്പടി എടുക്കുന്നവർക്ക് ഹൃദയത്തിൽ ലഭിക്കേണ്ട ഒരു പ്രത്യാശയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ വെറുതെ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ എടുത്തു പോകുന്നതല്ല, എന്തെങ്കിലും പ്രാർത്ഥിച്ച് നമ്മൾ പോകേണ്ടവരുമല്ല, മറിച്ച് ക്ലാരിറ്റിയിൽ അമ്മ മാതാവിനോടുള്ള ബന്ധത്തിൽ ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവസാന മണിക്കൂർ വരെയും എല്ലാ കാര്യങ്ങളും നമുക്കെതിരാണെങ്കിലും ആ നിമിഷത്തിലും അമ്മ മാതാവിനോട് കറയറ്റ വിശ്വാസത്തോടും പൂർണ്ണമായ ശരണത്തോടും കൂടി 1 നിമിഷം മതി നിനക്ക് ഈ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് തരുവാനെന്ന പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാനാവണം. കാരണം യോഹന്നാൻ 2:5 നമ്മൾ കാണുന്നത് അതല്ലേ, ഒരു വീട്ടിലെ വീഞ്ഞ് മുഴുവനും തീർന്നുപോയി. ഒരു വീഞ്ഞ് രൂപീകരിച്ചെടുക്കുന്നതിന് നമുക്കറിയാം 1 മാസം, 2 മാസം, 1 വർഷമൊക്കെ ഓരോന്നും ക്വാളിറ്റി അനുസരിച്ച് കാലം വേണ്ടതാണ്. പക്ഷേ അവിടെ കലവറക്കാരൻ പറയുന്നുണ്ടല്ലോ, ഇത്ര നാളും ഏറ്റവും മുന്തിയ തരം നീ എവിടെയാ സൂക്ഷിച്ചേ? ഈശോയ്ക്ക് 1 നിമിഷം മതിയായിരുന്നു ആ തീർന്നുപോയത് മുഴുവനും ആ കൽഭരണികളിൽ വെറും വെള്ളം നിറച്ചത് ഏറ്റവും മാധുര്യമേറിയ ഏറ്റവും ഗുണമുള്ള വീഞ്ഞായി പകർത്തി കൊടുക്കുവാനായിട്ട്. ഈശോയ്ക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ ഈശോയോട് അവസാന നിമിഷം വരെയും അചഞ്ചലരായി ജീവിത പ്രശ്നങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളെല്ലാം എതിരാണെങ്കിലും നമുക്ക് വേണ്ടി പുതിയ പ്രകാശവും നമുക്ക് വേണ്ടി പുതിയ ജീവിത വിഷയങ്ങളും ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും അമ്മയിലൂടെ ഈശോ നൽകുന്നത് അനുഭവിക്കുവാനാകും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ പറയുന്നത്. കാരണം തിരികെ പോരേണ്ട രീതിയിൽ കാര്യങ്ങളെത്തി. അവിടെ റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഇനി നാട്ടിൽ നിന്ന് എന്തെങ്കിലും നോക്കേണ്ട ഒരു സാഹചര്യം എത്തി. 10-25 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കുവാനാവാത്ത സാഹചര്യം എത്തി. എല്ലാം നെഗറ്റീവ്സ് മാത്രമാണ്. താൻ ഇത്ര ദൂരം സഞ്ചരിച്ച് പഠിച്ച് ക്വാളിഫൈഡായി അവിടെ ഇനി ജോലി കിട്ടി ഭാവി സുരക്ഷിതമാകുമെന്ന് കരുതിയെടുത്ത് നിന്ന് എല്ലാം തറപറ്റിക്കൊണ്ട് തിരികെ പോകുന്ന തിരികെ പോരേണ്ടി വരുമെന്ന് കരുതുന്ന സമയത്തും മനസ്സിൽ സംശയിക്കാതെ, നിയോഗത്തിൽ സംശയിക്കാതെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്ന പ്രാർത്ഥന അത് പാഴായിപ്പോവില്ല എന്ന ഉറപ്പോടുകൂടി ആ മണിക്കൂറുകളിൽ മകൻ നടത്തുന്ന ശാന്തതയുള്ള, സംയമനമുള്ള, അചഞ്ചലമായ ദൈവശരണത്തിൻ്റെ അടയാളമാണ് 6 മണിക്കൂർ കൊണ്ട് അവന് COSും 24 മണിക്കൂർ കൊണ്ട് അവന് വിസയും ലഭിച്ച് അവൻ്റെ ജീവിതം, അവൻ്റെ ഭാവി സുരക്ഷിതമായെന്ന് ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. അതിനോട് ചേർത്ത് തന്നെയാണ് അമ്മയുടെ മറ്റ് രോഗസൗഖ്യങ്ങളെയും ജീവിതത്തിൽ ലഭിച്ച നന്മകളെയും പറയുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അവസാന നിമിഷം വരെയും ജാഗരൂകതയോടുകൂടി ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവസാനം വരെ ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നവൻ, പ്രാർത്ഥിച്ച് ദൈവത്തിന് ശരണപ്പെടുന്നവൻ അനുഗ്രഹം പ്രാപിച്ചു മാത്രമേ മടങ്ങുകയുള്ളൂ. അമ്മ നമ്മളെ കൈവിടില്ല. ഈശോയ്ക്ക് ചേർത്ത് പിടിച്ച് അനുഗ്രഹത്തിൻ്റെ വഴികൾ ഉറപ്പായും നമുക്ക് വേണ്ടി അമ്മ തുറന്നു തരും. നാം ശുദ്ധീകരിക്കപ്പെടേണ്ട ആ സമയം മാത്രമേ ഉള്ളൂ. അത് ശുദ്ധീകരിച്ച് ദൈവത്തിന് മുമ്പിൽ നമ്മൾ ക്ലിയർ ആയാൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ഉത്തരവും പരിഹാരവുമുണ്ട്. അതുകൊണ്ട് ഉടമ്പടി എടുത്ത നമ്മൾ ഓർക്കണമേ, ഒരാഴ്ചയേ ഉള്ളൂ, 1 മാസമേ ഉള്ളൂ, പിന്തിരിയുവാനുള്ളതല്ല. കൂടുതൽ ശരണപ്പെട്ട് അമ്മയിൽ ആശ്രയിക്കുവാൻ വേണ്ടി ഈ മകൻ്റെ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മകന് സമയച്ചുരുക്കത്തിൽ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ അമ്മ നൽകിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം